ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഉണ്ടാക്കാൻ പോണൊരു കാബൂളി ചന മസാലയാണ്. അപ്പോൾ ഞാൻ കുറേ നാളായി വീഡിയോസൊക്കെ ഇട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ കാബൂളി ചന മസാല ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ചണ്ണയാണ്. പിന്നെ ഉള്ളി 3 എണ്ണം മീഡിയം, തക്കാളി 1, പിന്നെ കറിവേപ്പില, കൊറിയൻഡർ ലീവ്സ്, ഗ്രീൻ ചില്ലി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റും. നമ്മുടെ കടല നമ്മൾ ഉപ്പിട്ട് വേവിച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇനി കറി ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇതവിടെ ഞാൻ ഒരു പാൻ വെച്ച് നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കാം. അപ്പോൾ ഇതവിടെ നമ്മുടെ എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ച ഓണിയൻ ആഡ് ചെയ്യാം. നമുക്കതെല്ലാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഉള്ളിയൊക്കെ നന്നായി മിക്സായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് മുമ്പ് നമുക്ക് ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാം, നമ്മൾ കട്ട് ചെയ്ത് വെച്ചത്. അപ്പോൾ നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം, മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എത്ര എടുക്കണമെന്നൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ ഓപ്ഷണലാണ്, ഗരം മസാല. ഇനി അതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ആ ടൊമാറ്റോ ഒക്കെ നന്നായി ഒന്ന് മിക്സായി വരട്ടെ. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള സാൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതവിടെ ചെറുതായി നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. നന്നായി മിക്സായി വരട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ കടല ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ കടല വേവിച്ച വെള്ളം തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതവിടെ നമ്മുടെ കറിയൊക്കെ തിളച്ച് റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കറിയുടെ ഒരു ഫൈനൽ ലുക്ക്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് ചപ്പാത്തിയൊപ്പം ദോശയൊപ്പം കഴിക്കാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ആളിനും കൂടി എനേബിൾ ചെയ്യണം. അപ്പോൾ അടുത്തൊരു നല്ലൊരു കാര്യത്തിൽ ബൈ.